മഴ വീണ്ടും ശക്തമാവുകയാണ്. വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പെങ്കിലും തിരുവനന്തപുരം അടക്കം തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും വയനാട് മേപ്പാടി മേഖലയിലും ശക്തമായ മഴയുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. കനത്ത മഴയെ തുടർന്ന് വയനാട് മേപ്പാടി മേഖലയിലെ 3 സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം. ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തെക്കും വടക്കും എന്നൊന്നും ഭേദമില്ലാത്ത വലിയ മഴയാണ് ഇന്നലെ രാത്രി ഉടനീളം കിട്ടിയത്. വിവിധ മേഖലകളിൽ നിന്ന് വ്യക്തവും വിശദവുമായ റിപ്പോർട്ടുകളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വലിയ തോതിലുള്ള മഴ ഇന്നലെ രാത്രിയൊക്കെ നമുക്കൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ വലിയ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള മഴ നിലവിൽ എങ്ങനെയാണ്? മധു, നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. രാവിലെ മണിക്കൂറുകളോളം മഴ തുടർച്ചയായി പെയ്തിരുന്നു. പിന്നീടാണ് ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ മഴ ഏറിയും കുറഞ്ഞും ശക്തി കുറഞ്ഞ ഒടുവിൽ തെളിഞ്ഞ അന്തരീക്ഷമായി നഗരകേന്ദ്രങ്ങൾ സുരക്ഷിതമായി നിൽക്കുകയാണെങ്കിലും നെയ്യാറ്റിൻകരയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. നെയ്യാറ്റിൻകര സ്വദേശിയായ രാജേന്ദ്രൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു. അവർ രാവിലെ പുല്ലെടുക്കാൻ പോയപ്പോഴാണ് ആ വീടിൻ്റെ ഭാഗം തകർന്നതായി അറിഞ്ഞത്. അതായത് ആ വീട്ടിൽ ഉപയോഗിക്കാതിരുന്ന ഒരു ഭാഗം, അതായത് നിരന്തരം ആളുകൾ പോകാതിരുന്നൊരു ഭാഗമാണ് മഴയത്ത് തകർന്നു വീണത്. രാവിലെയാണ് അവർ കാര്യങ്ങൾ അറിഞ്ഞത്. ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശം നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് കാറ്റാണ്. വലിയ കാറ്റത്ത് മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ വൈദ്യുതി ലൈനിലേക്ക് മരം കടപുഴകി വീണ് നെയ്യാറ്റിൻകരയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. റബ്ബർ മരങ്ങൾ കടപുഴകി വീണു. അത്തരത്തിൽ നെയ്യാറ്റിൻകര ഭാഗത്ത് കാറ്റും മഴയും ശക്തമായി തുടരുകയാണ്. മണിക്കൂറുകളായി കാറ്റും മഴയുമുണ്ട്. വലിയ കാറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ വലിയ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരമാലകളുടെ വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കാറ്റുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കാൻ അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലും രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയാണ് പെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലാണ് നിലവിൽ കാറ്റ് മൂലം ഇത്തരം വലിയ പ്രശ്നങ്ങളുണ്ടായത്. ഒപ്പം മഴയുമുണ്ട്. നഗരപ്രദേശങ്ങളിൽ പൊതുവെ രാവിലെ കണ്ട സാഹചര്യത്തിൽ നിന്ന് വ്യത്യാസമാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. രാവിലെ 7 മണി, അതായത് 6 മണി മുതൽ 7 മണി വരെ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇടവിട്ട് മഴ പെയ്യും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിലവിൽ മഴ അത് മാറി നിൽക്കുകയാണ്. മാധു, രാഹുൽജി നാഥാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഇടുക്കിയുടെ ഒരു പൊതു സാഹചര്യം എന്താണ്? കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളമായി മഴ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ശക്തമായ മഴ തന്നെയാണ്. ഇടവിട്ട് ഇതിന് സമാനമായി ശക്തമായ മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഹൈ റേഞ്ചിനേക്കാൾ കൂടുതൽ ശക്തം ലോ റേഞ്ചിലാണ് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 9 മണിക്കാണ് മഴ ആരംഭിച്ചത്. അതിനുശേഷം ഇടവിട്ട് ശക്തമായ മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുഴകളിലെയൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് തൊടുപുഴയാറാണ്. മലങ്കര ഡാമിൽ നിന്ന് വെള്ളം കൂടുതലായി പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊടുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട് പുഴയിൽ. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കും ഉണ്ട്. ഈ പുഴ നേരെ മൂവാറ്റുപുഴയാറിലേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയാറിലും അതോടൊപ്പം തന്നെ തൊടുപുഴയാറിൻ്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. മലങ്കര ഡാം, കല്ലാർകുട്ടി ഡാം, മാട്ടുപ്പെട്ടി ഡാം, പാമ്പള ഡാം, ഈ 4 ഡാമുകളും തുറന്നു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഉയർത്തിയ ഡാമുകൾ നേരിയ രീതിയിൽ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിരുന്നു. പക്ഷേ ആ ഡാമുകളുടെ എല്ലാം ഷട്ടറുകൾ തുറന്ന് ഇരിക്കുകയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പും സാവധാനത്തിൽ ഉയരുന്നുണ്ട്. 2360 അടിയോടടുത്തേക്ക് ജലനിരപ്പ് എത്തുകയാണ്. വൃഷ്ടിപ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ നേരിയ രീതിയിലാണെങ്കിലും ഡാമിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 1.5 അടി കൂടി ഉയർന്നാൽ 130 അടിയിലേക്ക് എത്തും. ഇപ്പോൾ 136.5 അടി വരെ വെള്ളം ഒക്കെ തമിഴ്നാട്ടിൽ സംഭരിക്കാൻ കഴിയും. പക്ഷേ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അതേ അളവിൽ തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് വളരെ സാവധാനത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുന്ന സമയത്ത് പോലും മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. കാറ്റ് വീണുള്ള അപകടങ്ങളുണ്ടായിരുന്നു. ഇന്നലെയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിത്രപുരത്തിന് സമീപം
മരം ഒരു വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുകയും അപകടമുണ്ടാവുകയും ചെയ്തിരുന്നു. ആ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു, യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതിന് തലേദിവസവും സമാനമായിട്ടുള്ള ഒരു അപകടം കല്ലാർ മാങ്കുളം റോഡിലുണ്ടായി. ഇതേപോലെ തുടർച്ചയായി മരം വീണുള്ള അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു എന്നുള്ളത് മഴയില്ലെങ്കിൽ പോലും അപകട സാധ്യത വളർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളുമുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം മരം വീണ അപകടമുണ്ടായാൽ ആ പാതയിൽ മരം വീണ അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം മൂന്നാർ DFOയ്ക്കാണ് എന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ ഉത്തരവ് വരെ ഇറക്കിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യമാണ് ആ മേഖലയിൽ നിലനിൽക്കുന്നത്. പക്ഷേ ആശ്വാസം നൽകുന്നത് മലയോര മേഖലയിൽ മഴ അത്രത്തോളം ശക്തമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറവാണ്. പ്രത്യേകിച്ച് മരം വീണും മണ്ണിടിഞ്ഞുമുള്ള അപകടങ്ങൾ എന്തായാലും ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട് ജില്ലയിൽ ഇന്ന് 3 സ്കൂളുകൾക്ക് അവധിയുണ്ട്. മുണ്ടക്കയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പുത്തുമല UP സ്കൂൾ, മുണ്ടക്കൈ UP സ്കൂൾ എന്നിവർക്കാണ് അവധി നൽകിയിരിക്കുന്നത്. പുത്തുമലയിൽ നിന്ന് കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഈ മേപ്പാടി മുണ്ടക്കൈ മേഖലയിലൊക്കെ രാത്രി ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണോ ഇവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടിയൊക്കെ വന്നത്? മധു, ഈ മുണ്ടക്കൈ വെള്ളാർമല പ്രദേശങ്ങൾ മലയോര പ്രദേശങ്ങളാണ്. വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയാണ്. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനത്തിനടുത്തുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇന്നലെ കനത്ത മഴ ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്നത്. അതുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിലാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആ മേഖലയിലെ സ്കൂളുകൾക്കും അവധി കൊടുത്തു. വെള്ളാർമല ഹൈസ്കൂളിനും അതുപോലെ മുണ്ടക്കൈ UP സ്കൂളിനും പുത്തുമല LP സ്കൂളിനുമാണ് അവധി നൽകിയിരിക്കുന്നത്. അതൊരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കാണ്. മുണ്ടക്കൈയിൽ മുൻപ് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയാണ്. ഇന്നലെ ഉൾവനത്തിലെവിടെയോ മണ്ണിടിഞ്ഞതായി സംശയമുണ്ട്. കാരണം പുഴ കലങ്ങി ഒഴുകുന്നുണ്ട്, പുഴയിൽ വലിയ കുത്തൊഴുക്കുമുണ്ട്. അതുകൊണ്ട് ഉള്ളിലെവിടെയോ വനമേഖലയിൽ മണ്ണിടിഞ്ഞു എന്ന് സംശയിക്കുന്നുണ്ട്. ഈ മേഖലയിലെ മഴ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടി ജലനിരപ്പ് ഉയരാൻ കാരണമാക്കും. കാരണം ചാലിയാറിന്റെ ഉത്ഭവം ഈ മുണ്ടക്കൈയുടെ മറുവശത്ത് നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. ചാലിയാറിൽ ജലനിരപ്പ് ഉയരാനും ഈ മേഖലയിലെ കനത്ത മഴ ഇടയാക്കും. മറ്റൊന്ന് ബാണാസുര സാഗർ ഡാമുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷമേ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നില്ല. കഴിഞ്ഞ വർഷം മഴ വളരെ കുറവായിരുന്നു. ഈ വർഷം ഇപ്പോൾ ഇനി 15 സെന്റിമീറ്റർ കൂടി ഉയർന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ഡാം തുറക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. ഏത് സമയത്തും തുറക്കാം. എന്തായാലും ഏറ്റവും സംഭരണശേഷി പൂർണ്ണമായും നിറയുമ്പോഴല്ല ഇപ്പോൾ ഡാം തുറക്കുന്നത്. കാരണം പ്രളയത്തിന് ശേഷം അതിന് താഴെ മറ്റൊരു അപ്പർ റൂൾ ലെവൽ വെച്ചിട്ടുണ്ട്. ആ ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുക്കിക്കളയുന്ന രീതിയാണ് KSEB പിന്തുടരുന്നത്. നിലവിൽ പനമരം പുഴ ഉൾപ്പെടെയുള്ള പുഴകളിൽ അത്ര അധികം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഏതെങ്കിലും രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ശക്തമായ മഴ നിലനിൽക്കുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്.